السلام عليكم ورحمة الله وبركاته. الحمد وعليكم لله السلام ورحمة الله. عليكم السلام ورحمة الذي أنزل آيات بينات وكتابا مبينا. أنزل قرآنا والذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وما زلنا نقرأ التمارين من الدرس الثامن من الدرس الثامن وعشرين من دورة الثانية من دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിന്റെ എളുപ്പവഴിയിലേക്ക് നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതി രണ്ടാം സെമസ്റ്ററിന്റെ 28ാം പാഠമാണ് നാം വായിച്ചുകൊണ്ടിരുന്നത്. അടുത്ത തദ്കുറൂന വഖഫ്ന എവിടെ وتسعون സഫ്ഹ റഖം 196 196 العشرة تمرين 10. اهدنا الصراط المستقيم. التمرين الرابع رقم 10. نعم. رقم 10 اهدنا الصراط المستقيم. അവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിൽ എന്തുണ്ട്? യഹ്ദി വീക്ക് ലെറ്ററുള്ള അവസാനത്തിൽ വീക്കിലുള്ള ഹദ യഹ്ദി എന്നത് അവസാനത്തിൽ ദുർബലാക്ഷരമുള്ള ക്രിയയാണ്. അതിൽ കൽപ്പനക്രിയ വന്നപ്പോൾ യാ പോയി, ദുർബലാക്ഷരം പോയിട്ട് ജസ്മി ചെയ്തപ്പോ ദുർബലാക്ഷരം പോയി. കൽപ്പനക്രിയക്ക് ജസ്മി ചെയ്യും. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ അങ്ങനെയൊന്നും പഠിക്കുന്നില്ല. അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ ചൊല്ലി പഠിക്കില്ല. ആസിഫ് എ ചൈൽഡ്, ഒരു കുട്ടി ലാംഗ്വേജ് ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാ ടെക്നിക്കൽ വാക്കും അടക്കമാണ് ദുറൂസുൽ ലോകത്തിൽ അറബിയിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ ലോകത്ത് അറബി പഠിപ്പിക്കുന്നതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ദുറൂസുൽ ലോകത്തിൽ അറബിയ. അതിൽ പോലും ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതിനേക്കാളും സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുറാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, അൽ-ഹാദി അശർ 11 കഴിഞ്ഞിട്ട് 10 കഴിഞ്ഞിട്ട് 11. അൽ-ഹാദി അശർ 11ാമത്തേത്. ലാ തംശി ഫി ശംസി. എന്താ അർത്ഥം? നടക്കരുത്. വെയിലത്ത് നടക്കരുത്. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? തംശീല് യാ പോയി. അപ്പൊ അയിന ഖറഅന മിനൽ ഖുർആനി ഹൽ ഖറഅതും ആയതൻ മിനൽ ഖുർആനി വലാ തംശി ഫിൽ അർളി മറഹ. വലാ തംശി ഫിൽ അർളി മറഹ. അപ്പൊ നമ്മള് ഖുർആനൊക്കെ ഹിഫ്ളാക്കുമ്പോ അങ്ങ് നീട്ടി അങ്ങ് വായിച്ചോളെ. വലാ തംശി ഫിൽ അർളി മറഹ, അങ്ങനെ വായിച്ചോളെ. അതിനുവേണ്ടിയാണ് ഇത്തരം പദങ്ങൾ എടുത്തെടുത്ത് പഠിപ്പിക്കുന്നത്. ലാ തംശി ഫിൽ ശംസ്. അസ്സാനി അശർ എങ്ങനെ വായിക്കണം? കവൈത്തിൽ ഖുംസാന യാ ഉമ്മി. ഉമ്മ നിങ്ങൾ എന്ത് ചെയ്തു? ഷർട്ടുകൾ അയൺ ചെയ്തില്ലേ എന്നാണോ? ചെയ്തോ. ലാ ലം അക്വിഹ ബഅദു. അവിടെ 2 സംഗതി പഠിക്കാനുണ്ട്. ലം അക്വിഹ ബഅദു എന്തൊക്കെയാണ്? ഒന്ന് ലം അക്വി, കവാ ഇക്വിയില് വാവിന് ശേഷമുള്ള യാ പോയി. എന്തുകൊണ്ട്? നസ്ബ് ചെയ്തുകൊണ്ട്. പിന്നെ രണ്ടാമത്തെ സംഗതി ബഅദു എന്ന പ്രയോഗം.
ബഅദു ഇതുവരെ. ഇതുവരെയും ലം അക്വി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നോട്ട് Yet. യെറ്റ് എന്നല്ല പറയാ. ലം അക്വിഹ ബഅദു. ഐ ഹാവൻറ്റ് അയൺഡ് ഇറ്റ് യെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതുവരെയും എന്ന അർത്ഥത്തിലാണ് ബഅദു ഉപയോഗിക്കുന്നത്. الثالث عشر اكوي هذا القميص ولا تكوي ذلك فإنه ممزق. മുമസ്സഖ് എന്താണ്? ആ കീറിയ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള പദാർത്ഥം എന്തായിരിക്കും? മുമസ്സഖുൻ. ആ പിച്ചി ചീന്തപ്പെട്ടത് എന്നാ. എവിടെ വായിച്ചിട്ടുണ്ട് ഖുറാനില്? കുല്ല മുമസ്സഖൻ. ആ കുല്ല മുമസ്സഖ്, എല്ലാ തരത്തിലുള്ള പിച്ചി ചീന്തൽ. ഇന്നഹു മുമസ്സഖുൻ കീറപ്പെട്ടതാണ്. ടോൺ, ടീ സ്റ്റോൺ, അത് കീറിയതാണ്. മലയാളത്തിൽ പറഞ്ഞാൽ കീറിയതാണ്, പക്ഷേ ശരിക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കർമ്മണി പ്രയോഗമാണ്, കർമ്മത്തിന്റെ രൂപമാണ്. ഇസ്മു മഫ്ഊൽ മുമസ്സഖുൻ. അപ്പൊ ഇക്വി ഹാദൽ ഖമീസ, ഇക്വി ഹാദൽ ഖമീസ വലാ തക്വി ദാലിക ഫഇന്നഹു മുമസ്സഖുൻ. ഇക്വി ഹാദൽ ഖമീസ വലാ തക്വി ദാലിക. എന്താർത്ഥം? മുമസ്സഖിന്റെ മാലി എന്താണ് ഉസ്താദേ? പൂർണ്ണക്രിയാരൂപം. ആ പറഞ്ഞ ആയത്തിന്റെ തുടക്കം എന്താണ് ഷേഖ്? അതിലുണ്ട് മസ്സഖ, മസ്സഖ, മസ്സഖ. നിങ്ങൾ എവിടെ സെർച്ച് ചെയ്യും ഖുറാനിലെ വാക്ക്? corpus.com. കോർപ്പസ് മുമ്പരിക്കാൻ തന്നെന്ന് തോന്നല്ലോ. കോർപ്പസ് ഉണ്ട്. corpus.quran.com കേട്ടോ. corpus.quran.com. യൂപ്പിട്ടുണ്ട് കേട്ടാ. അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? ഞാൻ ഡിക്ഷണറിയുടെ ലിങ്കാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്താൽ എന്ത് കിട്ടും? ഡിക്ഷണറി കിട്ടും. അല്ലെങ്കിൽ ഇപ്പോഴല്ല ക്ലിക്ക് ചെയ്യുന്നത്, ഇത് പിന്നീട് നിങ്ങൾ നോക്കാൻ സമയത്ത് നോക്കിയാൽ ഡിക്ഷണറി കിട്ടും. ഡിക്ഷണറി എടുത്തിട്ട് മുമസ്സഖ് ആണെങ്കിൽ മസ്സഖ, അപ്പൊ മീന് സായി ഓഫ്. ആദ്യം അക്ഷരത്തിന് ഒന്നാമത്തെ അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യണം. ഒന്നാമത്തെ അക്ഷരം ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്യണം. അത് നിങ്ങൾ നോക്കിയിട്ട് 1 പ്രാവശ്യം നോക്കി കഴിഞ്ഞിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പൊ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യണം? അത് ബ്രൗസ് ചെയ്ത് ശരിയാണ്. ഈ ക്ലാസിന്റെ ആദ്യം തൊട്ടുള്ളത് കിട്ടണമെങ്കിൽ ഒരു ലിങ്ക്, ഈ ക്ലാസിന്റെ ആദ്യമുള്ള ലിങ്ക് ഇട്ടുതരാം. പ്ലേലിസ്റ്റ് ഈ ക്ലാസിന്റെ ആദ്യം തൊട്ടുള്ള പാഠം കിട്ടണമെങ്കിൽ പ്ലേലിസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ടല്ലോ, ഇടയ്ക്ക് എപ്പോഴും ഇട്ടുക. അത് നോക്കണം. അതിലാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പൊ മസ്സഖ. അപ്പൊ ഇവിടെ എന്താ വിഷയം? ഇക്വി യാ പോയി, ലാ തക്വി. അപ്പൊ നഹിയിലും ഇതേപോലെ യാ പോവും. അമ്രും നഹിയും എന്താണ്? ജസ്മ് ചെയ്യപ്പെട്ട രൂപമാണ് എന്ന് മനസ്സിലാക്കി. ലം വന്നതിന് ഇക്വലന്റ് ആണ് അമ്രും നഹിയും, കൽപ്പന ക്രിയയും വിരോധ ക്രിയയും. നമുക്കറിയാം ഇഫ്തഹ് ലാ തഫ്തഹ്, അവിടെയൊക്കെ എന്തുണ്ട്? ജസ്മി ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇഫ്തഹ് ജസ്മി ചെയ്തു, ലാ തഫ്തഹ് അവിടെയും ജസ്മി ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ അറിയാം. الرابع عشر بكم اشتريت هذه الساعة الجميلة يا عبد الله؟ يا عبد الله يا عبد الله അല്ല يا عبد الله. കാരണം അവിടെ അബദ് എന്നത് മുനാദ മുലാഫാണ്. മുനാദ മുലാഫ് ഇലാഫ്
ഇലാഫത്ത് ചെയ്യപ്പെട്ടതാണ്. അബ്ദിനെ അള്ളാഹ് ലഫ്ദുൽ ജലാലത്തിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ യാ അബ്ദ എന്നെ വിളിക്കാവൂ. യാ അബ്ദ അല്ലാഹി. ആ അല്ലെങ്കിൽ യാ അഹ്മദു, യാ ഫാത്തിമത്തു ഇങ്ങനെ വിളിക്കാം. നമ്മോടത്താണ് ഒറ്റ നാമമാണെങ്കിൽ. ഓക്കെ. بكم اشتريت هذه الساعة الجميلة يا عبد الله؟ أنا لم أشتريها. أنا لم أشتريها. അപ്പൊ ഇഷ്തറ യഷ്തരി എന്നാണ്. അപ്പൊ കൽപ്പനക്രിയ ലം വരുമ്പോൾ ലം അഷ്തരി. إنها هدية لم أشتريها. بكم اشتريت? നീ എത്ര രൂപയ്ക്കാണ് എത്ര രൂപയാണ് വാങ്ങിയത്? هذه الساعة ഈ വാച്ച് الجميلة beautiful يا عبد الله. عبد الله أنا لم أشتريها. I did not buy it. إنها هدية من خالي. إنها هدية എന്താണ്? ഗിഫ്റ്റ്. ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് ഹദിയത്ത്. ഹദിയത്തുണ്ടോ? ഖുർആനിലുണ്ടോ? ഉണ്ട്. സുലൈമാൻ നബിക്ക് മിൻ ഖാലി. ഖാലാരാ? ഉമ്മയുടെ സഹോദരൻ. ഉമ്മയുടെ സഹോദരൻ. എന്റെ ഉമ്മയുടെ സഹോദരൻ മലയാളത്തിൽ എന്താ പറയാ? മാവൻ. മാതുലൻ. മാതുലൻ. അമ്മാവനെന്നും അമ്മോനെന്നും ഒക്കെ തിരിച്ചും മറിച്ചൊക്കെ പറയുന്നത് തിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. രണ്ടും അമ്മാവനെന്നാണ് ശരിക്കും മലയാളത്തിൽ വിളിക്കുന്നത്. പിന്നെ അമ്മാവനും ഉമ്മയുടെ ആങ്ങളും അമ്മോനാരാ? അങ്ങനെ തിരിച്ചും. അപ്പൊ അമ്മോൻ വേറെ അമ്മാവൻ വേറെ എന്നൊക്കെ പറയും. എന്തായിരുന്നാലും രണ്ടും പദം ഒന്നാണ്. വിളിക്കുന്നത് ഒരു അർത്ഥം രണ്ട് ബന്ധങ്ങളാണെങ്കിലും അമ്മാവൻ എന്ന അർത്ഥത്തില. ഒന്ന് മാതുരനാണ്, മറ്റത് പിതൃവ്യനും. മാതാവിന്റെ സഹോദരൻ മാതുരൻ, പിതാവിന്റെ സഹോദരൻ പിതൃവ്യൻ. എന്ത് പേര് പറഞ്ഞാൽ. അപ്പം ലം അഷ്തരി അതാണ് നമ്മുടെ സബ്ജക്റ്റ്. അൽ ഖാമിസ് അശർ ലാ തഷ്തരി ഹാദിഹി സയ്യാറത. ഹാദിഹി അസ്സയ്യാറ. എങ്ങനെ വന്നു? എങ്ങനെ വന്നു? അഷ്തരിയുടെ മഫ്ഊൽ ബിഹിയാണ്. ഈ കാറിനെ വാങ്ങരുത്. ലാ തഷ്തരി. അപ്പൊ ലാ തഷ്തരി നഹി വന്നപ്പോ എന്തായി? യാ പോയി. ഹാദിഹി സയ്യാറത യാ അഹ്മദു. യാ അഹ്മദു. യാ അഹ്മദു ലമ്മാണ്. എന്താണ്? എന്തുകൊണ്ടാണ്? മുനാദ മുഫ്രദ് എന്ന് പറയും. മുനാദ മുഫ്രദ് ഒറ്റ വാക്കായ വിളിക്കപ്പെട്ട നാമം. ഫഇന്നഹ ഖദീമത്തുൻ ജിദ്ദൻ. ഫഇന്നഹ സയ്യാറത്തായതുകൊണ്ട് ഇന്നഹ എന്ന് പറഞ്ഞു. പിന്നെ ഖദീമിന് പകരം ഖദീമത്തുൻ പറഞ്ഞു. ജിദ്ദൻ. അസ്സാലിസ് അശർ ഖാല അല്ലാഹു അസ്സ വജല്ല. അസ്സ വജല്ല നമ്മൾ സാധാരണ സംസാരിക്കുമ്പോഴത്തേക്ക് അസ്സ വജൽ എന്ന് പറയും. അസ്സ വജൽ. ജല്ല എന്നാണ് ശരിക്കും വാക്ക്. നമ്മളത് അങ്ങനെ പറഞ്ഞു പഠിക്കണം. പിന്നെ വഖഫ് ചെയ്ത് പറയുമ്പോൾ അസ്സ വജൽ പറയുന്നത് തെറ്റൊന്നുമില്ല. നമുക്ക് പാഠത്തില് അസ്സ വജല്ല. അസ്സ എന്താണ്? അസ്സ വജല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രതാപവാനാണ്. പിന്നെ ജല്ല ജല്ല ഉന്നതനായി, മഹാനായി അല്ലെങ്കിൽ ഉന്നതനായി. ഉന്നതനും പ്രതാപവാനുമായ ജല്ല മഹത്വമേറിയതായി എന്നാണ് കേട്ടോ. ജല്ല ജലാലുഹു എന്നൊക്കെ പറയും. അവന്റെ മഹത്വമുള്ളതായി. അപ്പോ ഖാല അല്ലാഹു അസ്സ വജല്ല ഫീ സൂറത്തിൽ ഫീൽ. സൂറത്തുൽ ഫീൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൽഫീൽ അധ്യായം, അല്ലാതെ ആന അധ്യായമല്ല. കാരണം ആനയ്ക്ക് എത്ര വാലുണ്ട്, ആനയുടെ തുമ്പിക്ക് നീണ്ടതാണ് എന്നൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. അതിൽ ഫീൽ എന്നുള്ള വാക്കുള്ളത് കൊണ്ടാണ് അൽഫീൽ അധ്യായം എന്ന് പറയുന്നത്.
ماذا قال الله تعالى ألم تر كيف فعل ربك بأصحاب الفيل ألم ترى അപ്പൊ നമ്മൾ അവിടെ ഒറ്റ വാക്കർത്ഥത്തിൽ പോക്കറ്റ് ഗേൾ എഴുതി തന്നിട്ടുണ്ട്. തറ എന്ന് ദീർഘമുണ്ട് ആ വാക്കിന്. പിന്നീട് ലം വന്നപ്പോൾ എന്തായി? ലം തറ. ലം തറ യാ പോയി. ജസ്റ്റ് ചെയ്തപ്പോ അലിഫ് പോയി. അതാണ് അപ്പൊ അതിലെ പഠിക്കേണ്ട പാഠം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീലി. അൽ ഖാമിസ് അത്തംരീൻ അൽ ഖാമിസ്. എന്താണ് ജുല്ല? ജുല്ല എന്ന് പറയുന്ന അർത്ഥം ജുല്ല. ജല്ലയുടെ കർമ്മണി പ്രയോഗം ജുല്ല. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി കുല്ലഹു ദക്കഹു വ ജുല്ലഹു എന്ന് പറഞ്ഞാല് സൂക്ഷ്മമായതും അല്ലാത്തതും. ദക്കത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായത്, ജില്ലത്ത് വിശാലമായത്, ചെറുതും വലുതുമായ. കർമ്മണി പ്രയോഗം എന്ന് പറയുന്നത് കർമ്മണി പ്രയോഗം അല്ല അത്. അതല്ല. അല്ല, കർമ്മണി പ്രയോഗം എന്ന് പറയുന്നത് മജ്ഹൂലാണോ? കർമ്മണി പ്രയോഗം എന്ന് പറയുന്നത് മജ്ഹൂൽ, ഒബ്ജക്റ്റീവ് ഫോം. ഒബ്ജക്റ്റീവ് അല്ല, അതാണ് പാസീവ് വോയിസ്. പാസീവ് വോയിസ്. اوكي. تأمل المثال ثم اكتب المضارع المرفوع والمضارع المجزوم والأمر من الأفعال الآتية. تأمل المثال ഉദാഹരണം ശ്രദ്ധിച്ച് വായിക്കുക. ثم اكتب then write المضارع. ثم اكتب എന്ന് പറയുമ്പോൾ അവിടെ സുക്കൂനാണ് അല്ലെങ്കിൽ ജസ്മാണ്. ثم اكتب അമറിന്റെ ജസ്മാണ്. പിന്നെ അൽ മുദാരിനോട് ചേർക്കുമ്പോൾ ثم اكتب المضارع. അൽ മുദാരി അൽ മർഫു എഴുതണം, റഫ് ചെയ്യപ്പെട്ട മുദാരി എഴുതണം. വൽ മുദാരി അൽ മജ്സൂം ജസ്മ് ചെയ്യപ്പെട്ടത് എഴുതണം. വൽ അംർ ഓർഡർ ഫോം എഴുതണം, അല്ലെങ്കിൽ ഇംപെരറ്റീവ് മോഡ് എഴുതണം. മിനൽ അഫ്ആലിൽ ആതിയ ഫ്രം ദ ഫോളോയിങ് വെർബ്സ്. അപ്പൊ ദഅ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ദഅ യദ്ഉ. അസ്ലം നിങ്ങൾ നോക്കണ്ട കേട്ടോ, നമ്മൾ ചൊല്ലി പഠിച്ചാൽ മതി. പറഞ്ഞു പഠിക്കുക. ദഅ യദ്ഉ. ലം യദ്ഉ. കൽപ്പന ഉദ്ഉ. അല്ലാഹു തആല ഉദ്ഉ ഇലാ സബീലി റബ്ബിക. ലാസ്റ്റ് സുക്കൂൻ അല്ല വരുന്നത്, അതൊക്കെ അല്ലെ മറ്റേ ഇതാണ് വരുന്നത്. സുക്കൂൻ ഇവിടെ ബാധകമല്ല. ഇവിടെ എന്താ ചെയ്യുന്നത്? ജസ്മി ചെയ്യുമ്പോൾ അന്ത്യ അക്ഷരം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അന്ത്യ അക്ഷരം നഷ്ടപ്പെട്ടാൽ ശേഷിക്കുന്ന അക്ഷരത്തിന് എന്ത് അടയാളമുണ്ടോ അതേ അടയാളത്തിൽ നിലനിർത്തണം. കവാ യക്വി വന്നപ്പോൾ ലം യക്വി, അവിടെ കെസ്റാണുള്ളത്, അവിടെ ജറല്ല കേട്ടോ. കവാ യക്വിയിലെ വാവിന് എന്താ ഉള്ളത്? കെസ്റാണ്. എന്തല്ല? ജറല്ല. കാരണം ജറ എന്ന് പറഞ്ഞാൽ അന്ത്യം മാറി വരുന്നതാണ്. ഇവിടെ മാറി വന്നതല്ല, അതവിടെ തന്നെ ഉണ്ട്. മാറ്റമുണ്ടായത് അവസാനത്തെ അക്ഷരം പോയതാണ്. പിന്നുള്ളത് ഉള്ളത് അവിടെ നിലനിർത്തിയാണ് ഇത്. ഇപ്പൊ കവാ യക്വി ഇക്വി, ഹദാ യഹ്ദി ഇഹ്ദി. അപ്പോ അവിടെയൊക്കെ ദീർഘം പോയിട്ട് ബാക്കിയുള്ളത് നിലനിർത്തിയത്. ദഅ യദ്ഉ വരുമ്പോ ഉദ്ഉ. ഷക്ക കഴിഞ്ഞിട്ട് അടുത്ത ആള് തല. ഒത്തിരി വായിച്ചിട്ടുണ്ടോ ഖുർആനില്? എല്ലാ ആഴ്ചയും വായിക്കുന്നുണ്ടുള്ള കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി എല്ലാ ആഴ്ചയും സൂറത്തുൽ കഹ്ഫ് വായിക്കരുത്. അൽ കഹ്ഫ് വായിച്ചു നോക്കാം, അത് കാണും. അത് തന്നെ. മൻ ഖാലഹ? മൻ ഖാല? സത്താർ. മാഷാ അല്ലാഹ്. അടുത്തത് മഹ. മഹ യംഹു വംഹു
ലം അല്ല അഫാം ലം യംഹു ഉംഹു ഉംഹു അഫ അഫായഅഫു ലം ലം യഅഫു ഇവിടെ എല്ലാം ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ നമ്മൾ പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം എന്താണ് ദഅ പോലെയാണ് ദഅ യദ്ഉ ലം യദ്ഉ ഉദ്ഉ ശക യശ്കു ലം യശ്കു ഉഷ്കു തലാ യത്ലു ലം യത്ലു ഉത്ലു മഹാ യംഹു ലം യംഹു ഉംഹു അഫാ യഅഫു ലം യഅഫു ഉഅഫു. അടുത്ത യഖ്റഅ ഒരാൾ വായിക്കേ അല്ലവൽ. ഷക്കാനി സമീലി ഇലൽ മുദരിസി വഅന ഷക്കൗതുഹു ഇലൽ മുദീർ. അപ്പൊ എന്താ ഷക്കാനി ജമീലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്റെ കൊളീഗ് ക്ലാസ്മേറ്റ് മുദീറിന്റെ അടുത്ത് ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തു. കംപ്ലൈന്റ് പറഞ്ഞു. എനിക്കെതിരിൽ ഇല്ല. കംപ്ലൈന്റ് ചെയ്തു. പറ്റി അതാണ് മുദരിസിനോട് ഷക്കാനി മുദരിസിനോട് ജമീലി പരാതി പറഞ്ഞു. കേട്ടാ. അവിടെ ഷക്കായുടെ കൂടെ മഫ്ഊലും ബിഹി വരുമ്പോഴാണ് അങ്ങനെ അർത്ഥം വരുന്നത്. അതല്ലെങ്കിൽ യാൽ മുത്തക്കല്ലിം എന്താണ്? മഫ്ഊലും ബിഹിയാണ്. മഫ്ഊലും ബിഹിയാണ്. ജമീലാണ് ഫായില്. പിന്നെ ഒരു യാൽ മുത്തക്കല്ലിം ഉണ്ട്. ആ യാൽ മുത്തക്കല്ലിം എന്താണ്? ജമീലി ഇളാവത്ത് ചെയ്യപ്പെട്ടത്. ജമീലിനെ എന്ന നാമത്തെ യാൽ മുത്തക്കല്ലിമിലേക്ക് ഇളാവത്ത് ചെയ്തത്. മറ്റത് ക്രിയ ആയതുകൊണ്ടാണ് നൂനിൽ വിത്തായത്ത് വന്നത്. ഇലൽ മുദരിസി വ അന ശകൗതുഹു ഇലൽ മുദീർ. അപ്പൊ ഷക്കായിലെ പൂർണ്ണ രൂപമുണ്ട് അവിടെ. ഷക്ക ഷകൗതു. അടുത്ത് അസാനി തലൽ ഇമാമു സൂറത്തൽ ഫീലി ഫിർ റകഅത്തിൽ ഊല വ സൂറത്തൽ ഇഖ്ലാസി ഫിർ റകഅത്തിൽ സാനിയ. എന്തുണ്ട് അതിൽ നമ്മൾ പഠിക്കാനുള്ള പാഠം? തല തല അസാലിസ് അസാലിസ്. അടുത്ത ആള് സൂറത്ത് റഹ്മാന യാ അലിയു യാ അലിയു യാ അലിയു. റഹ്മാനിയൽ അപ്പൊ എന്തുണ്ട് ഇവിടെ? സൂറത്ത് സൂറത്ത് റഹ്മാൻ. റഹ്മാനി. എന്താണ് വായിക്കപ്പെട്ടത്? എന്താണ് വായിച്ച ആൾ വായിച്ചത്? സൂറത്ത് റഹ്മാൻ റഹ്മാനാണ് വായിച്ചത്. എനിക്ക് വായിച്ചു. സൂറത്ത് റഹ്മാന അല്ല, സൂറത്ത് സൂറത്ത് റഹ്മാനി. റഹ്മാൻ. സൂറത്തിന് ശേഷം വരുന്ന എല്ലാം ഇളാഫത്ത് ചെയ്യപ്പെട്ടായിരിക്കും വരിക. സൂറത്തുൽ കഹ്ഫി, സൂറത്തു ആലി ഇമ്രാന, സൂറത്തുൽ ബഖറത്തി. സൂറത്തു ആലി ഇമ്രാന എന്ന് വരാൻ കാര്യം എന്താ? ഇമ്രാനിന് ഇളാഫത്ത് ചെയ്യുമ്പോൾ കസ വരില്ല. സൂറത്തിന് ആലിയാണ് സൂറത്തിലേക്ക് ആദ്യം ഇളാഫത്ത് ചെയ്യുന്നത്. അപ്പം സൂറത്തു ആലി, പിന്നെ ഇമ്രാന, ആലിൽ ഇമ്രാനിലേക്ക് ഇളാഫത്ത് ചെയ്യും. പക്ഷെ ഇമ്രാനിന് കസ്റ് ജർ വരില്ല. കാരണം ജർ ചെയ്യപ്പെട്ടാൽ അതെന്തായിരിക്കും? വയറ് മുൻസരിഫല്ല. എന്താണ്? അതെ, വയറ് മുൻസരിഫ് ആയതുകൊണ്ട് അത് ഫതഹം ഇത് വരുള്ളൂ, ലമ്മ വരുള്ളൂ. റഫ് അനറബി പദമല്ല, കുടുംബത്തിന്റെ പേരായതുകൊണ്ട്. കുടുംബ പേര്. കുടുംബ പേര് ഇമ്രാൻ. ഓക്കെ. ഉത്തര സൂറത്ത് റഹ്മാനിയ അലയും. അപ്പൊ എന്താ ഇവിടെയുള്ള പാഠം? കൽപ്പനക്രിയയിലെ അന്ത്യാക്ഷരം പോകും. അറാബിയ അല്ലും മുത്തകല്ലും കൂടെ ഒരുമിച്ച് വരില്ല. അല്ല വന്നാൽ പിന്നീട് അതിനെ ഒന്നിലേക്ക് ഇളാഫത്ത് ചെയ്യൂല. യാ വന്നാൽ യായിലേക്ക് ഇളാഫത്ത് ചെയ്ത് വന്നാണ്. അപ്പൊ അതേപോലെ സർവനാമങ്ങളൊന്നും ആ നാമത്തിൽ ചേർന്ന് വരില്ല. നമ്മൾ ഇളാഫത്ത് പറഞ്ഞല്ലോ, അന്ത്യത്തിൽ സർവനാമങ്ങളൊന്നും ചേർന്ന് വരാതിരിക്കുക, തുടക്കത്തിൽ അല്ലില്ലാതിരിക്കുക എന്ന് പറഞ്ഞു. അതൊക്കെ എപ്പോഴും തിരിച്ചും മറിച്ചും ചിന്തിക്കേണ്ടതാണ്. അല്ലുണ്ടെങ്കിൽ അവസാനത്തിൽ സർവനാമങ്ങളൊന്നും ചേർന്ന് വരില്ല. അപ്പൊ ഇലാ കറിയത്തി എന്താ അർത്ഥം? എന്റെ നാട്ടിലേക്ക്, എന്റെ പട്ടണത്തിൽ. ചേർത്ത് മുഴുവൻ അർത്ഥം പറയും. സെനൻസിന്റെ മുഴുവൻ അർത്ഥം പറയും.
എന്റെ കൂട്ടുകാരനെ എന്റെ ആ, പട്ടണത്തിലേക്ക് ഞാൻ വിളിച്ചു. ആ ക്ഷണിച്ചു. അപ്പോ ഇവിടെ എന്താ പാഠമുള്ളത് നമ്മുടെ ദാവൂത്ത്. എന്നുള്ളത് ദാവൂദ്. ഓക്കെ, അൽ ഖാമിസ്. لم يشتني يشتني المدير المدير إلى أبي. ലം യഷ്കുനിയൽ മുദീറു ഇല അബി. എന്താ അർത്ഥം? എന്നെ പറ്റി എന്നെ പറ്റി ഒരു പരാതിയും പറഞ്ഞില്ല. പറഞ്ഞില്ല. ആ മുദീർ പ്രിൻസിപ്പൽ complaint. അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ എന്നെ പറ്റി ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. എന്റെ ആ, ഉപ്പയോട് പറഞ്ഞു. ഉപ്പയോട് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്താ പഠിക്കാനുള്ളത്? ലം ലം വന്നപ്പോൾ അതുകൊണ്ട് അന്ത്യാക്ഷരം പോയി. ലം യഷ്കു. ഓക്കെ, ഇവിടെ യാൽ മുത്തക്കല്ലിമുണ്ട്. മുകളിൽ സദീഖിക്ക് എന്താ യാൽ മുത്തക്കല്ലിം ചേർക്കാഞ്ഞത്? അല്ല, നൂന് വിക്കാത്തി ചേർക്കാഞ്ഞത്. ഇവിടെ ലം യഷ്കുനി നൂന് മുക്കായത്തുണ്ട്. ആ നാമായതുകൊണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടയാളം മാറിയാലും കുഴപ്പമില്ല. അതേസമയം ക്രിയ ആകുമ്പോഴത്തേക്ക് ലം യഷ്കുനി എന്നുള്ളത് ലം യഷ്കിനി എന്നാക്കാൻ പറ്റൂല. ലം യഷ്കി എന്നാക്കാൻ പറ്റൂല. യാ മുത്തക്കല്ലിം വരുമ്പോ ലം യഷ്കി എന്നേ പറയാൻ പറ്റുള്ളൂ, നൂന് വിക്കാത്തില്ലെങ്കിൽ. അപ്പോ അങ്ങനെ ആകാൻ പറ്റാത്തതുകൊണ്ടാണ് ലം യഷ്കു. അതിന്റെ അവസാനത്തെ അടയാളം എന്താണോ അത് കറക്റ്റ് ആയിട്ട് അറിയണം ക്രിയയിൽ. അതിനുവേണ്ടിയാണ് സേഫ്റ്റി നൂൻ ചേർക്കുന്നത്. ഓക്കെ, അസാദിസ് ആലൽ മുദരിസു അഫൗത്തായല്ല, അഫൗത്തു അൻക. എന്താ അർത്ഥം? കാലൽ മുദരിസു പറഞ്ഞു താലിബിനോട് അഫൗത്തു എന്നെ അങ്ങനെ വരുന്നേ. എങ്ങനെ വരുന്നത്? നിനക്ക് ഞാൻ അഫൗത്തു അൻക, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ മാപ്പ് നൽകി അൻകാത്തനി. അൻക. അസാബിയ. ലിമ തംഹു ഹാദിഹിൽ കലിമത. അപ്പൊ അഫൗത്തു എന്നുള്ളത് പൂർണ്ണമായിട്ടുണ്ട് കേട്ടോ, അക്ഷരങ്ങളൊന്നും പോയിട്ടില്ല. അസാബിയ ലിമ തംഹു ഹാദിഹിൽ കലിമത. ആ സഹീഹത്തുൻ. هي صحيحة أمح التي بعدها. എന്താർത്ഥം? ഏതാ വാക്ക് ഇവിടുത്തെ? തംഹുവിന്റെ മാവി എന്തായിരിക്കും? മഹാ അർത്ഥം എന്താ? മായ്ക്കാൻ. قال الله تعالى في القرآن الكريم يمحو الله ആ يشاء ما يشاء. അതെ, പല സ്ഥലങ്ങളിലുണ്ട്. ലിമ തംഹു ഹാദിഹിൽ കലിമത. അപ്പോ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു അക്ഷരവും പോയിട്ടില്ല. മഹാ യംഹു, ലിമ തംഹു. ഹിയ സഹീഹത്തുൻ ഉംഹു അല്ലതി ബഅദഹ. അവിടെ അവസാന അക്ഷരം പോയി. ഉംഹു അല്ലതി ബഅദഹ. അതിന് ശേഷമുള്ളതിന് മായ്ച്ചു കളയുക. അസാമിൻ സൂറത്തിൻ തസ്ലീന യാ ഉമ്മ കുൽസും. ആ ഉമ്മ കുൽസും. എന്തുകൊണ്ട് ഉമ്മ കുൽസും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഉമ്മ കുൽസും എന്ന് പറഞ്ഞില്ല? നമ്മൾ വായിക്കുന്നത് ഉമ്മ എന്താണ്? ഉമ്മ മുനാദ മുലാഫാണ്. ഇതുകൊണ്ട് മുനാദ മുലാഫാണ്. ഉമ്മ കുൽസൂമിൻ, കുൽസൂമിന്റെ ഉമ്മ എന്നാണ് ശരിക്കും ആ പദം. അതുകൊണ്ട് യാ ഉമ്മ കുൽസൂം. അതെ, നമ്മൾ അബൂബക്കർ എന്നല്ലേ പറയുന്നത് എപ്പോഴും. ഹദീസിൽ വരുമ്പോ എന്താ പറയുന്നത്? അൻ അബീ ബക്കറിൻ സിദ്ദീഖ് അല്ലേ? അൻ അബീ ബക്കർ, അബൂബക്കർ നിന്ന് നിവേദനം എന്ന് പറയാം. അൻ വന്നപ്പോ അബീ ബക്കർ. അപ്പോ മാ ലന്നുക യാ അബാ ബക്കർ എന്നാ ചോദിച്ചത്. അവിടെ ഗുഹയിൽ ഇരുന്നപ്പോഴത്തേക്ക് പേടിച്ചു പോയില്ലേ മുകളിലെ ആള് വന്നപ്പോഴേ. അപ്പൊ നബിസ്വലാഹു എന്താ ചോദിച്ചത്? മാ ലന്നുക യാ അബാ ബക്കർ, യാ അബാ ബക്കർ. യാ വിളിച്ചപ്പോഴത്തേക്ക് അബാ ബക്കർ, അവിടെ നസ്ബിയാണ് അബാ ബക്കർ. അതേപോലെ ഇവിടെ ഉമ്മ കുൽസൂം പദം ഒന്നാണെങ്കിലും അവിടെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതങ്ങനെ ഇളാഫത്ത് ചെയ്യപ്പെട്ട പദമാണ്. അബാ ബക്കർ എന്ന് പറഞ്ഞാൽ ബക്കറിന്റെ ആപ്പ എന്നാണ്. ബക്കറിന്റെ വാപ്പ ആവുന്ന എങ്ങനെയാണ്? വല്ലതി അസ്ലമ അവ്വലൻ,
വല്ലതി അസ്ലമ അവലൻ. മനസ്സിലായില്ലേ? ആദ്യം ഇസ്ലാം സ്വീകരിച്ച ആദ്യമായിട്ട് ആളാണ്. വിശ്വസിച്ചാണ്. ആദ്യം ഇസ്ലാം സ്വീകരിച്ച ആളാണ് അബൂബക്കർ. അങ്ങനെയാണ് പുരുഷന്മാരിൽ ആദ്യത്തെ ആൾ എന്ന് പറയുന്ന അർത്ഥത്തില് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ശരിക്കും പത്നിയാണ് ആയിഷ, ഖദീജ റളിയല്ലാഹു അൻഹ. അത് കഴിഞ്ഞിട്ടാണ് അബൂബക്കർ. പിന്നെ അലി ആ പിന്നെ അലിയല്ലേ സ്വീകരിച്ചത്? പിന്നല്ല അബൂബക്കർ സ്വീകരിച്ചുള്ളൂ. അതെ, അലി കുട്ടി അലി കുട്ടിയായിരുന്നു. അപ്പൊ കുട്ടികളിൽ ആദ്യത്തെ ആള് അലി, പുരുഷന്മാരിൽ ആദ്യത്തെ ആള് അബൂബക്കർ, യഥാർത്ഥത്തിൽ രണ്ടാമത്തെ ആള് അലിയാണ് അല്ലെ? രണ്ടാമത്തെ പിന്നെയാണ് ആളാണ് അബൂബക്കർ സിദ്ദീഖ്. ഓക്കെ, അങ്ങനെയാണ് അബൂബക്കർ എന്ന പേര് വന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഉമ്മ കുൽസും. ഇവിടെ പിന്നെ എന്ത് ചെയ്തു? തത്തില് അയ്യ എങ്ങനെ നസ്ബ് ചെയ്തത്? ആദ്യം മഫൂലും ബി ചോദ്യത്തിന് വേണ്ടിയിട്ട് ചോദ്യത്തിന് വേണ്ടിയിട്ട് ഏതിനാ അപ്പോഴും ബിഹി? കർമ്മം ആദ്യത്തിൽ വന്നു. മഫൂലും ബി തത്ലീനയുടെ തത്ലീന. തത്ലീന ലിമ അയ്യ സൂറത്തിൻ തത്ലീന യാ ഉമ്മ കുൽസൂമിൻ. എന്താ അർത്ഥം? ഏത് സൂറത്താണ്? ഏത് ഏത് സൂറത്താണ്? സൂറത്താണ് ഉമ്മ കുൽസൂമെ വായിക്കുന്നത്? താങ്കൾ പാരായണം ചെയ്യുന്നത്, മഹ്ദി പാരായണം ചെയ്യുന്നത്. അടുത്തത് ഉത്തരം എന്താ പറഞ്ഞത്? അത്ലു സൂറത്ത് യാസീൻ. അപ്പം യാസീനി എന്ന് പറയണ്ടേ? സൂറത്താ. സൂറത്ത യാസീൻ. യാസീനു ആണോ യാസീനായാണോ യാസീനി ആണോ? യാസീനി. കുഴപ്പമായി. യാസീനി. എന്താണ് യാസീനി ആണോ? സൂറത്ത് കഴിഞ്ഞിട്ടുള്ളത് ഇലാഫത്തായിട്ടല്ലേ വരുന്നേ? അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ യാസീനി സൂറത്ത്. അതെപ്പോഴും യാസീൻ ഇങ്ങനെ തന്നെ എഴുതാ. ഒന്നുമില്ല, സീനായും ഇല്ല, സീനിയും ഇല്ല, സീനും ഇല്ല. അതുകൊണ്ട് ഹുറൂഫിന്റെ അക്ഷരത്തിന്റെ പത്തായി. പേര് പറയുമ്പോഴത്തേക്ക് അവസാനം എന്താണ് സുക്കൂൻ ചെയ്താണ് അക്ഷരത്തിന്റെ പേര് പറയുന്നിടത്ത്. ഖുർആനിൽ അക്ഷരത്തിന്റെ പേര് പറയുന്നിടത്ത് അവസാനം സുക്കൂൻ ചെയ്താണ് പറയുന്നത് കേട്ടോ. അക്ഷരത്തിന്റെ പേര് ആ അക്ഷരത്തിന്റെ പേര് യാസീൻ. യാസീൻ, സീൻ എന്ന അക്ഷരത്തിന്റെ പേരാണ് യാസീൻ. അവിടെ സീന അല്ല. അലിഫ് ലാം മീം. ലാമുൻ വമീമുൻ എന്നല്ല പറയുന്നത്. ലാമുൻ എന്നല്ല അതിന്റെ പേര്, മീമുൻ എന്നല്ല പേര്. അപ്പൊ പറയുമ്പോ എന്താ പറയുന്നത്? ഖുർആനിൽ അങ്ങനെ അക്ഷരത്തിന്റെ പേര് പറയുമ്പോ അലിഫുൻ ലാമുൻ മീമുൻ എന്നല്ല പറയുന്നത്. അലിഫ് ലാം മീം ദീർഘിപ്പിക്കണം. അത് വേറെ കാര്യം. അതേപോലെ സൂറത്ത് യാസീൻ കേട്ടോ, അവിടെ അവസാനം ഒന്നുമില്ല. അതെന്താണ്? മബനിയാണ്, ഉറച്ചതാണ്. സുക്കൂനിന്റെ മേൽ ഉറപ്പിച്ചാണ് പറയല്. സുക്കൂന്റെ മേൽ മബനിയാക്കിയാണ് പേരെല്ലാം പറയുന്നത്. ഹുറൂഫുൽ മുഖത്താത്ത് എന്നാ പറയുക, അക്ഷരങ്ങൾ, കേവല അക്ഷരങ്ങൾ. അത്താസ് ഇവിടെ തത്ലീന എന്നത് എന്താണ്? തത്ലീന പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ട്. അവിടെ വ്യത്യാസമൊന്നുമില്ല. അത് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വന്നത്. താസെ വായിക്കൂ. നദുല്ലാഹ അൻ യശ്ഫിയക. അൻ യശ്ഫിയക. അപ്പൊ എന്താ നമുക്ക് പഠിക്കാനുള്ള പാഠം? ഷഫായഷ്ഫി എന്നുള്ളതിന്റെ പിന്നെ അവിടെ ഇത് വരുന്നില്ല, ജസ്മ വരുന്നില്ല. നദുവില്ലേ? അൻ വന്നത് നദു പൂർണ്ണമായിട്ടുണ്ട്. പിന്നെ അൻ വന്നത് കൊണ്ട് ഇത് വരുന്നത് നെസ്ബ് വരുന്നുണ്ട്. അൻ വരുന്നിടത്ത് നെസ്ബി ചെയ്യണം. അൻ വരുന്നിടത്ത് നെസ്ബി ചെയ്യണം. നമ്മൾ പറഞ്ഞായിരുന്നു യാന്റെ മുകളിൽ ഫത്തഹ് വെളിവാകും. നെസ്ബി എന്ന സന്ദർഭത്തിൽ ഷഫാ യശ്ഫി എന്ന് വരുന്നിടത്ത് എന്താവും? ഫത്തഹ് വെളിവാകും. യായുടെ മുകളിൽ ഫത്തഹ് വെളിവാകും. അൽ-ആശിർ ഷക്കൗതനി ഇലൽ മുദീരി യാ ഹംസ. അശകൗതനി ഇലൽ മുദീരി യാ ഹംസതു. എന്താർത്ഥം? മുദീറിനോട് എന്നെ കുറിച്ച് പരാതി പറഞ്ഞുവോ? ഹംസ, നീ എന്നെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്തോ മുദീറിന്റെ അടുത്ത്? അപ്പൊ കംപ്ലൈന്റ് ചെയ്തു എന്ന അർത്ഥത്തിൽ ഷക്ക ഇഷ്കു ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് വേണം? മഫ്ഊൽ ബിഹി വേണം. ലം അഷ്കുക, ഞാൻ നിനക്കെതിരിൽ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല.
അപ്പോ ലം അഷ്കു എന്ന് പറയാൻ പാടില്ല. ഷക്കൗത്ത എന്ന് പറഞ്ഞെടുത്ത് പൂർണ്ണമായിട്ടും ഉണ്ട്. ലം വന്നതുകൊണ്ട് ലം അഷ്കു മാത്രമേ വന്നുള്ളൂ. ലം അഷ്കുക്ക. അൽ ഹാദി അഷർ, അടുത്തയാള്. قال نوح عليه السلام ربي إني ഖാല دعوت നൂഹുൻ قال അലൈഹിസ്സലാം. نوح عليه السلام ربي إني دعوت قومي ليلا ونهارا كما جاء في سورة ഇഖ്റഇ മുജവ്വിദൻ ഔ മുജവ്വദൻ. റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറ. ആ, അപ്പൊ ഇതാണ് നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞത്. റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറ. ദഅൗതു അവിടെ പൂർണ്ണമായിട്ടും ദഅൗതു ഉണ്ട്. ഓക്കെ. കമാ ജാഅ ഫി സൂറത്തി നൂഹിൻ, നൂഹ് അധ്യായത്തിൽ വന്ന പ്രകാരം. കേട്ടോ? അപ്പൊ ഇങ്ങനെ ഖുർആൻ ആയത്ത് ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ ഏതെല്ലാം പദപ്രയോഗങ്ങൾ വരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ല ഉസ്താദ്, റബ്ബി എന്ന് പറയുന്നത് എന്റെ രക്ഷിതാവ് എന്നല്ലേ? അതെ. അപ്പൊ റബ്ബി എന്നുണ്ടാവൂലേ? പറയൂ, വേറൊരാൾ പറഞ്ഞു കൊടുക്ക്. റബ്ബി എന്ന് അവിടെ വന്നിട്ടുണ്ട്, എന്നാലും എന്നാലും അമ്രിന് ഇതിനു വേണ്ടി പോയതാണോ? അല്ല, ഈ പറഞ്ഞ ആള് സംശയം ചോദിച്ച ആള് പുതിയ സ്റ്റുഡന്റ് ആണ്. പഴയ സ്റ്റുഡൻസ് പറഞ്ഞു കൊടുക്കും. യാ റബ്ബി എന്നുള്ളതാണ്. അതുകൊണ്ട് യാ ഇല്ലാത്തത് കൊണ്ട് അത് റബ്ബി എന്ന് മാത്രം പറയും. എങ്ങനെ മാത്രം അത് എന്റെ പറഞ്ഞു. രക്ഷിതാവേ എന്ന് ആശയത്തിൽ റബ്ബ് വന്നിരിക്കുന്നിടത്തെല്ലാം യാ ലോപിച്ചിട്ടാണ് ഖുർആനുള്ളത്. കേട്ടോ? യാ റബ്ബി എന്നത് തന്നെയാണ്. ആ നിയമങ്ങളൊന്നുമല്ല ഇവിടെ. ആ നിയമങ്ങളൊന്നുമല്ല, വ്യാകരണ നിയമങ്ങളൊന്നുമല്ല, നിയമപരമായിട്ടല്ല ഉള്ളത്. അവിടെ ലോപിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വല്ലാഹു ആക്ച്വലി യാ റബ്ബി ഉണ്ട് അല്ലേ? യാ റബ്ബി എന്നാണ് ശരിക്ക്. അങ്ങനെ യാ റബ്ബി എന്ന് വരുന്നിടത്താണ് രക്ഷിതാവേ, യാ റബ്ബി എന്നാണ്, എന്റെ രക്ഷിതാവേ എന്നാണ്, യാ റബ്ബി എന്നാണ്. പക്ഷേ യാ എന്തായാലും ഇല്ല, യാ എന്തായാലും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ വരുന്ന ഈ അർത്ഥത്തിൽ വന്നിടത്ത്, ഖുറാനിൽ വന്നിടത്തെല്ലാം എന്തുണ്ട്? യാ പോയിട്ടുണ്ട്. അതായത് മുത്തകല്ലിമിന്റെ യായിലേക്ക് ഇളാഫത്ത് എഴുത്താണുള്ളത്. യാ റബ്ബി എന്നാണ്. അവിടെ എല്ലാം യാ ലോപിച്ചിട്ടാണ് ഖുറാനിലുള്ളത്. റബ്ബി അഗ്ഫിർലി, റബ്ബി റഹംഹുമാ, റബ്ബി ഇന്നി റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ്. അങ്ങനെ റബ്ബി പറയുന്നിടത്തെല്ലാം അത് കാണാം. അതല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും? നഹ്വുപരമായ അടയാളം ഉണ്ടാവും. യാ റബ്ബി, എന്റെ രക്ഷിതാവേ എന്ന് വിളിക്കുന്നിടത്താണ് ഈ യാ പോയിട്ടുള്ളത്. കമാ ജാ ഫി സൂറത്തി നൂഹ്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നേരത്തെ നമ്മള് ഖാലല്ലാഹു അസ്സ വജല്ല എന്ന് പറഞ്ഞു. അതപ്പോ ഖുർആൻ ആയത്ത് ഉദ്ധരിക്കുന്നതിന്റെ ഒരു രീതിയാണ്. ഇവിടെ എന്ത് പറഞ്ഞു? കമാ ഖാല ഫി സൂറത്തി നൂഹ് എന്ന് പറഞ്ഞു. സൂറത്ത് നൂഹിൽ വന്ന പ്രകാരം. കമാ ജാ ഫി സൂറത്തി നൂഹ്, സൂറത്ത് നൂഹിൽ വന്ന പ്രകാരം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയും പറയാം, ഇങ്ങനെയും പറയാം. വേറെയും പല പദപ്രയോഗങ്ങൾ ഉണ്ട്. അല്ല, ഇവിടെ പറയുന്നത് എന്താ? അല്ലാഹു തആല ഫീ സൂറത്തിൽ ബഖറത്തി എന്ന് പറഞ്ഞു. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിരിക്കുന്നു എന്ന്. എന്ത് പറഞ്ഞു? ഉലൈക യദഊന ഇലന്നാർ വല്ലാഹു യദഊ ഇലൽ ജന്നത്ത്. വല്ലാഹു യദഊ ഇലൽ ജന്ന. അവിടെ മദ്ദില്ലേ? ഉണ്ടല്ലോ. മുദ്ദിയ ഖംസ ഹറകാത്ത്. വല്ലാഹു യദഊ ഇലൽ ജന്ന. ഖംസ ഔ അർബഅ. മാ ഹുക്മു തജ്വീദ് ഹുനാ? ഇവിടെ എന്താ തജ്വീദിന്റെ നിയമം? അല്ലാഹു യദഊ ഇലൽ ജന്നത്തി തജ്വീദിന്റെ നിയമം എന്താ? അത് മുൻഫസിലാണ്. തജ്വീദ് പഠിക്കുന്ന എന്തിനാ? തജ്വീദ് പഠിക്കുന്ന എന്തിനാ? നമുക്ക് തജ്വീദിന്റെ ക്ലാസ് തുടങ്ങിയാലോ? ഇപ്പൊ പറഞ്ഞത് ആരാണ്? ഒരാൾ ഒരിക്കൽ കൂടി പറയാനുള്ള പേര് നോക്കട്ടെ. 5 അർത്ഥം കിട്ടണം അല്ലേ? അല്ല 4 5 4 ആണ് സാധാരണ.
ആ അപ്പം തജ്വീദിന്റെ ക്ലാസ് എടുക്കാം നിങ്ങൾ കേട്ടാ. തജ്വീദ് പഠിപ്പിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഡൗട്ടുകൾ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾ ക്ലാസ് എടുത്താൽ മതി. ഒഫീഷ്യലി പഠിച്ച ആൾക്കാർ, ഔപചാരികമായിട്ട് പഠിച്ച ആൾക്കാർ. ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഖുറാൻ പഠിക്കുമ്പോ അത് ഓരോ ജുസുവിനും പഠിക്കണം. ആ തജ്വീദിന്റെ പരീക്ഷയും കൂടെ ഉണ്ട്. നിങ്ങൾ എവിടുന്നാ പഠിച്ചത്? ഷാർജയിലെ ഔക്കാഫ്. ഷാരിഖ, ഷാർഗിയല്ല. ആ ഷാരിഖയിലെ ഔക്കാഫിൽ നിന്നാണ് പഠിച്ചല്ലേ? ഏത് ലെവൽ വരെ പഠിച്ചു തജ്വീദിന്റെ? തജ്വീദ് അങ്ങനെയില്ല, ഓരോ ജുസു പഠിക്കുമ്പോഴും ആദ്യത്തെ അമ്മ തബാറക്ക ജുസു പഠിക്കുമ്പോ നൂൻ സാക്കിന എല്ലാം ഹിഫ്ളാക്കിയത് അല്ലേ? അങ്ങനെ ഹിഫ്ലാക്കി പോകുമ്പോ ഓരോന്നും പഠിച്ചു പോകും. എത്ര ജിസ് ഹിഫ്ളായി? അൽഹംദുലില്ലാ 12. മാഷാ അല്ലാഹ്, മാഷാ. ഓക്കെ, അപ്പൊ എന്തായാലും തജ്വീദ് പഠിപ്പിക്കാനുള്ള യോഗ്യതയായി. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് സ്റ്റുഡൻസിനെ കിട്ടിയാൽ മതി. സാർ നമ്മൾക്ക് ഇങ്ങനത്തെ ക്ലാസ്സിൽ തന്നെ വരുമ്പോ ഒന്ന് ഇതുപോലെ ഒരു 5 മിനിറ്റ് പറഞ്ഞു തന്നാ മതി വരുന്നത്. അല്ലല്ല, അത് നമ്മൾ ലിമിറ്റ് എങ്ങനെ ഇത് തന്നെ ഇപ്പൊ അൺലിമിറ്റഡ് ആയിട്ട് പോയത്. നമ്മൾ ക്ലാസ്സിന്റെ നമ്പറൊക്കെ കണ്ടല്ലോ നിങ്ങള്. ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിക്കുന്നതാണ്. എന്തായിരുന്നാലും മനസ്സിലാക്കി പോട്ടെ എന്ന് വിചാരിച്ചില്ല. പിന്നെ നമുക്കിപ്പോ തജ്വീദിന്റെ ഡിമാൻഡുകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് തന്നെ തജ്വീദ് പഠിച്ചവരുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുറത്തു വേണ്ട കാര്യമില്ലല്ലോ. ഷാരഖയിൽ നിന്നും പിന്നെ ബഹ്റൈനിൽ നിന്നൊക്കെ പഠിച്ച ആൾക്കാരാണ് ക്ലാസ് എടുക്കുന്നത് പല സ്ഥലങ്ങളിലും. ഓക്കെ. അല്ലാഹു തആല ഫീ സൂറത്തുൽ ബഖറ ഉലൈക യദ്ഊന ഇലന്നാർ വല്ലാഹു യദ്ഊ ഇലൽ ജന്ന. ഉലൈക വരുന്നത് എപ്പോഴും വാജിബ് മുത്തസിൽ എന്നാ പറയാ. ഉലൈക വാജിബ് മുത്തസിലാണ്. യദ്ഊ ഇലല്ലാഹ് ഇലൽ ജന്നത്തി എന്ന് പറഞ്ഞാൽ ജായിസ് മുൻഫസിലാണ്. അവിടെ 4 അല്ലെങ്കിൽ 5. ആദ്യത്തെ വാജിബ് മുത്തസിലാണ്, ഒരു പദത്തിന്റെ ഉള്ളിലാണ്. ഒരേ പദത്തിൽ തന്നെ വരുന്നത്, ഒരു പദത്തിന്റെ ഉള്ളിലാണ്. അതാരാ പറഞ്ഞ ഇപ്പോഴേ? സഫീറ എവിടെ നിന്ന് പഠിച്ചേ? മദ്രസ പഠിച്ചിട്ടുള്ളത് കുറച്ച്. മദ്രസയിൽ പഠിച്ചിട്ടുള്ളത് നമ്മൾ ഒന്നുകൂടെ ഉറപ്പിച്ച സംഭവം അത്രേ ഉള്ളൂ. സംഭവം അത് തന്നെയാണ്. നമ്മൾ സ്റ്റുഡന്റ് ലെവലിലും സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നിടത്തും നമ്മൾ നമ്മൾ ഫസ്റ്റ് ലെവലിൽ എന്താണ് നമ്മൾ തജ്വീദ് നമ്മൾ മദ്രസയിൽ പഠിച്ചത് തന്നെ എന്ത് ചെയ്യണം, പഠിപ്പിച്ചു കൊടുത്താൽ മതി. പിന്നെ സെക്കൻഡ് ലെവലിൽ വരുമ്പോഴാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് മഹാരിജും സിഫാത്തും ഒക്കെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ജസരിയൊക്കെ പഠിപ്പിക്കുന്ന ട്രെൻഡിലേക്കാണ്. ജസരിയൊക്കെ ഞാൻ കലക്കി കുടിച്ചിട്ട് വന്നതാണ്. യഖൂലു റാജി അഫു റബ്ബിൻ സാമിഈൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. സാലിസേഷൻ വഖാല ഫി സൂറത്ത് യൂനിസ്. അപ്പൊ ഉലൈക യദ്ഊന ഇലൽ നാർ. അപ്പൊ യദ്ഊന അവിടെ യദ്ഊന പൂർണ്ണമായി ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയാണ് യദ്ഊന ഉള്ള ആയത്ത് വന്നിരിക്കുന്നത്. വല്ലാഹു യദ്ഊ. അപ്പൊ യദ്ഊന രണ്ടും ഉണ്ട് ഇവിടെ, പൂർണ്ണമായിട്ടുണ്ട്. അക്ഷരം അവിടെ തന്നെ ഉണ്ട്, ദുർബലാക്ഷം അവിടെ തന്നെ ഉണ്ട്. സാലിസാക്ഷം വഖാല ഫി സൂറത്ത് യൂനിസ്. അപ്പൊ സൂറത്ത് യൂനിസി എന്ന് അറിഞ്ഞില്ല, സൂറത്ത് യൂനുസ. കാരണം യൂനുസ് എന്ന പദം എന്താണ്? അനറബി പദമായതുകൊണ്ട് അത് ഗൈർ മുൻസരിഫാണ്. അപ്പൊ അതുകൊണ്ട് കസ്റിന് പകരം ജറിന് ഫത്ഹ് മാത്രമേ കൊടുക്കുള്ളൂ. വല്ലാഹു യദ്ഊ ഇലാ ദാരിസ്സലാം. അപ്പൊ അവിടെയും ജായിസ് മുൻഫസിലാണ്. യദ്ഊ ഇലാ ദാരിസ്സലാം. അപ്പൊ അവിടെ യദ്ഊ എന്ന പൂർണ്ണമായ രൂപമുണ്ട്. അറാബിയഷൻ വഖാല ഫി സൂറത്തുൽ ഖസസ് എന്താ പറഞ്ഞത്? വലാ തദഉ മഅല്ലാഹി ഇലാഹൻ ആഖർ. ولا تدع مع الله إلها آخر. അവിടെ പോയി. അപ്പൊ സൂറത്തുൽ ഖസസ് പഠിച്ചായിരുന്നു നിങ്ങള്? സൂറത്തുൽ ഖസസ് ആരുണ്ട്? പഠിച്ചില്ല.
ആരും പഠിച്ചില്ല. വലാത്തത് അല്ലാഹു ഇലാഹൻ ആഖർ അവിടെ വഖഫ് ഇതാണ് മുത്തലഖാണ്, നിർത്തണം, പൂർണ്ണമായും നിർത്തണം. ഓക്കെ. അപ്പൊ ഇവിടെ ലാ തദ്ഉ, ലാ വന്ന വിരോധക്രിയ വന്നപ്പോൾ നഹി വന്നപ്പോ എന്തായി? ലാ തദ്ഉ, ദുർബലേഷം പോയിട്ട് ബാക്കിയുള്ളതിൽ നിർത്തിയിരിക്കുക. സാബിയ അസ്നിദിൽ അഫ്ആൽ, അസ്നിദിൽ അഫ്ആൽ അൽ ആതിയ إلى الغائبة ثم المتكلم كما هو موضح في المثال. അസ്നദ് എന്ന് പറഞ്ഞാൽ ഇസ്നാദ് ചെയ്യുക. ഇസ്നാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രിയയുടെ രൂപഭേദങ്ങൾ പറയുക എന്നതാണ് അതിന്റെ ശരിയായ അർത്ഥം. ലമീറിലേക്ക് ചേർക്കുക എന്നതാണ് അറബി ഗ്രമറ്റിക്കൽ യൂസേജ്. അസ്നിദ് എന്ന് പറഞ്ഞാൽ ചേർക്കുക എന്നാണ്. അപ്പൊ അസ്നിദ് എന്ന സാധാരണ ഗ്രമറ്റിക്കലി പറയുന്നത് എന്താണ്? അസ്നിദ് അൽ ഫിഅല ഇല ദമാഇരി എന്നാണ്. അസ്നിദിൽ ഫിഅല ഇല ദമാഇരി, ക്രിയയെ ലമീറുകളിലേക്ക് ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇളാഫത്തായിട്ട് ചേർക്കുന്ന പോലെയല്ല, അതിന്റെ രൂപഭേദം പറയുക എന്നാണ്. ഇപ്പൊ ഹാമിദുൻ ബക്ക, ആമിനത്തു ബക്കത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഹുവ ദഅ ഹിയ ദഅത്ത് എന്ന് പറഞ്ഞു, അങ്ങനെ പഠിച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ ഹുവ ബക്ക ഹിയ ബക്കത്ത്, അന ബക്കൈതു ബക്കൈതു. എന്നിട്ട് നമ്മൾ പഠിച്ചത് ദഅ ദഅൗ ദഅൗത ദഅൗതും ദഅൗതു ദഅൗന. ഹദ വന്നപ്പോൾ ഹദ ഹദൗ ഹദൈത ഹദൈതും ഹദൈതു ഹദൈന. അപ്പൊ ഹാമിദ് അതേപോലെ, ബക്കായ ബിക്കി അതേപോലെ, ഹദായ ഹിദി പോലെ ബക്കായ ബിക്കി. അപ്പൊ ബക്ക ബക്കൗ ബക്കൈത ബക്കൈത്തും ബക്കൈതു ബക്കൈന. ഓക്കെ, ഇവിടെ 3 രൂപമാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. ഹാമിദുൻ ബക്ക, ആമിനത്തു ബക്കത്ത്, അന ബക്കൈതു. ഹാമിദുൻ റമ, ആമിനത്തു റമത്, അന റമൈതു. അന റമൈതു. ഹാമിദുൻ അത, ആമിനത്തു അതത്, അന അതൈതു. അതത്. ആമിനത്തു എന്താണ്? ആമിനത്തു ആമിനത്തു അതത്. അത്തത്. 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 അത്തത്തുള്ള ആയത്തുണ്ടല്ലോ ഖുർആനില്. അതത് ബിഹി ഖൗമഹ, അല്ല മുമ്പുള്ള ആയത്ത് ഭാഗം പറയും. മറിയം അലൈഹിസ്സലാം വന്നില്ലേ ആ കുട്ടിയെ കൊണ്ട്. അത്തത് ബിഹി ഖൗമഹ ഖാലൂ യാ മറിയം ലഖദ് ജീതി ശൈഅൻ ഫരിയ. അപ്പൊ അത്തത് അവിടെ വന്നു. അടുത്തത് ഹാമിദുൻ ജറ, ആമിനത്തു ജറത്, അന ജറത്തു. അന ജറൈതു. അന ജറൈതു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ സഞ്ചരിച്ചു. ഞാൻ ഓടി. വ്യക്തി സഞ്ചരിച്ചതിനെ കുറിച്ച് ജറ എന്ന് പറയാറില്ല. അതേസമയം വ്യക്തി ഓടി എന്ന് പറയും, ജറൈതു. ഹാമിദുൻ കവ, ആമിനത്തു കവത്, അന കവൈതു. അന കവൈതു. ഹാമിദുൻ ഹാമിദുൻ ദഅ, ആമിനത്തു അന ദഅൗതു. അപ്പൊ അത് എടുത്തു പറഞ്ഞിരിക്കുന്നത് അവിടെ വാവാണ് എന്നതുകൊണ്ടാണ്. ദഅ യദ്ഉ വരുന്നിടത്ത് വാവാണ്, ദഅൗതു എന്നാണ് വരിക. ഹദാ യഹ്ദി വരുന്നിടത്ത് ഹദൈതു എന്നാണ് വരിക. അപ്പൊ ഹാമിദുൻ ശക, ആമിനത്തു ശക്കത്, അന ശക്കൗതു. അന ശകൗതു. ഹാമിദുൻ റജ, ആമിനത്തു റജത്, അന റജൗതു. അന റജൗതു. റജൗതു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആഗ്രഹിച്ചു. അന റജൗതു, ഞാൻ ആഗ്രഹിച്ചു. ഹാമിദുൻ തല, ആമിനത്തു തലത്, അന തലൗതു. തലൗതു. ഹാമിദുൻ മഹ, ആമിനത്തു മഹത്ത്, അന തലൗതു ഉണ്ടാ ഖുർആനില്? ഓക്കെ, കണ്ടുപിടിക്കും. ഹാമിദുൻ മഹ, ആമിനത്തു മഹത്ത്.
മഹത്ത് അന അന മഹൗത്ത് മഹൗത്തു. ബക്കത്ത് അസ്ലുഹു ബക്കാത്ത്. നമ്മൾ അസിലേക്ക് നമ്മൾ പോകണ്ട കേട്ടാ, നമ്മൾ അസിലേക്ക് പോകണ്ട. കാരണം നമ്മൾ നേരത്തെ തന്നെ ചൊല്ലി പഠിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകണ്ട. എന്റെ അഭിപ്രായത്തിൽ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിപ്പിക്കുന്ന സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ നമ്മൾ അത് മാസ്റ്റർ ഡിഗ്രിക്ക് പഠിക്കേണ്ടതാണ് ഇതൊക്കെ. അപ്പൊ എല്ലാം നമ്മൾ ഗ്രാജുവേഷനിൽ അല്ലെങ്കിൽ സ്കൂൾ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും എന്താ പഠിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ അസിലേക്കൊക്കെ മടക്കുന്നത് എന്ത് ചെയ്താൽ മതി, പോസ്റ്റ് ഗ്രാജുവേഷനിൽ പഠിച്ചാൽ മതി. പോസ്റ്റ് ഗ്രാജുവേഷനിലും പഠിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അവസ്ഥയിൽ, അതായത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോഴത്തെ അവസ്ഥ മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയയിൽ പോലും കുട്ടികൾ അറബി പഠിക്കുന്നില്ല. പഠിക്കുന്നുണ്ടോ? അതെന്താണ്, വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. വളരെ 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 പരിതാപകരമായ അവസ്ഥയാണ്. നമ്മളെ കുട്ടികളെയും പേരക്കുട്ടികളെയൊക്കെ എന്ത് ചെയ്യണം, അറിവ് പഠിപ്പിക്കണം, സ്കൂളിൽ അറിവ് പഠിപ്പിക്കണം. നമ്മളെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ. നമ്മുടെ ലാംഗ്വേജുമായിട്ട് ബന്ധം ഉണ്ടാവും. പിന്നെ ഒരുപാട് ജോലിയില്ലേ, ജോലി ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ എന്താവും, പിന്നെ എന്താ നമ്മൾ യൂണിവേഴ്സിറ്റി വേണമെന്ന് പറയുന്നത്, അറബി യൂണിവേഴ്സിറ്റി വേണമെന്ന് പറയുന്നത്. നമ്മളെ കുട്ടികൾ അറിവ് പഠിക്കുന്നില്ല, പിന്നെ എവിടെ പോയിട്ടാണ് പഠിക്കുക. ഗ്രാജുവേഷൻ്റെ അവർ ഇഷ്ടത്തിൽ, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ, ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് മാത്രം അറിവ് പഠിച്ചാൽ മതിയോ? ആ സമയത്ത് ഞാൻ ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ എനിക്ക് അലിഫ് ബാത്ത വരെ മൂലം എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പരിതാപകരമായ അവസ്ഥയാണ്. ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴത്തേക്ക് വന്നിട്ട് മാഷ് ആദ്യം പഠിപ്പിക്കുന്നത് അലിഫ് ബാത്തയാണ്. കാരണം എവിടെയും കിട്ടാതെ കുറച്ച് പേര് അതിനകത്ത് കയറി കൂടിയിട്ടുണ്ട്. എവിടെയും കിട്ടാത്തവർക്ക് അറബിയിൽ കയറിക്കൂടും. അറബി കയറി കൂടിയിട്ട് പിന്നീട് എന്ത് ചെയ്യും, അവർ മാറിയൊക്കെ പോകും. പിന്നെ അവസാനം ചിലർ കുടുങ്ങിയിട്ട് എവിടെയും കിട്ടാതെ അവിടെ തന്നെ കിടന്നിട്ട് അറിവ് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയായിരുന്നു അക്ഷരം പഠിപ്പിച്ചത്. ഓക്കെ. ഖുദീഫത്തുൽ അലിഫ് ബിസബബി ഇൽതിഖാഇ സാകിനൈൻ എന്നൊക്കെയാണ് സംഭവം. അതാണ്. നമ്മൾ പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിച്ച് ബേജാറേണ്ട കാര്യമില്ല. തീർന്നോ? ഇഷ്ടംപോലെ എളുപ്പമുണ്ട് അല്ലേ? അജീബ് അസ്ലത്തിലാത്തിയ ബിൻ നഫി മുസ്താമിലൻ ലം ഉപയോഗിച്ചുകൊണ്ട് നെഗറ്റീവ് ആക്കി. നഫി എന്ന് പറഞ്ഞാൽ എന്താ, നെഗറ്റീവ് ആക്കി പറയുക. നഹി എന്ന് പറഞ്ഞാൽ വിരോധക്രിയാക്കി പറയുക. ആ ബക്കത്ത് ഫിലു لا لم يبكي لا لم يبكي. الثاني أكويت القميص لا لا لم أكوي القميص لم أكوي. أكوي. ലം أكويه لم أكويه. അതെ. അബക്കത്ത് തിഫിലു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ മഫൂലും ബിഹി വേണ്ട. അബക്കത്ത് തിഫിലു എന്ന് പറയുന്നിടത്ത് മഫൂലും ബിഹി വേണ്ട. അതേസമയം ആ കവൈത്തൽ ഖമീസ എന്ന് പറയുന്നിടത്ത് മഫൂലും ബിഹി ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുമ്പോഴത്തേക്ക് എന്ത് വേണം, ലം അക്വിഹി, ഞാൻ അതിനെ കഴിയില്ല എന്ന് പറയണം. മഫൂലും ബിഹി വേണം. ആ അസാലിസ് അശക്കാക്കൽ മുദരിസു ഇലൽ മുദീരി. ലം لا لم يشكني ആ ലം യഷ്കുനി. ലം യഷ്കുനി നൂന് വിക്കായത്തും യാൽ മുത്തകല്ലിമും വേണം. യാൽ മുത്തകല്ലിമാണ് എന്ത്? യാൽ മുത്തകല്ലിമാണ് എന്ത്? മഫ്ഊലും ബിഹി. എങ്ങനെ അങ്ങനെ വരുന്നത്? എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? ഷക്ക കംപ്ലൈന്റ് ചെയ്തൊന്ന് അറിഞ്ഞ ഷക്ക വരുമ്പോഴത്തേക്ക് മഫ്ഊലും ബിഹി വേണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഷക്കാക്ക എന്നാണ്, നിനക്കതിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മുദരിസ് അധ്യാപകൻ ഇതിന്റെ മുദീരി ഹെഡ്മാസ്റ്ററിന്റെ അടുത്ത്. ലം യഷ്കു, അദ്ദേഹം കംപ്ലൈന്റ് ചെയ്തില്ല, നീ എനിക്കെതിരിൽ. ക്ലിയർ? അതായത് ഇവിടെ ചോദ്യത്തില് മഫ്ഊലും ബിഹി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരത്തിലും മഫ്ഊലും ബിഹി വേണം.
എനിക്ക് സംശയം തോന്നി അതല്ല ഷക്ക എന്നുള്ളത് മാലിയാണ് അല്ല ആൻസറില് മുതാരി അല്ലേ വന്നത് എന്നുള്ളതായിരുന്നു ലം യശ് ലം വരുമ്പോൾ മാലി ഉപയോഗിക്കാൻ പറ്റുമോ? മുതാരിന്റെ ഇല്ല. മുമ്പിൽ വരും. അതെ അതെ മുതാരിക്ക് വേണ്ടിയിട്ടാണ് മാത്രമല്ല ചേർത്ത് ശരി. ഒരു പാൽ ചായ തരാൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ പാലും തേയിലയും വെള്ളം കൊണ്ട് കലക്കിയാണ് കൊടുക്കുക, പഞ്ചസാര ഇട്ട് കലക്കി ഉം. അതെല്ലാം തിളപ്പിച്ചു കൊടുക്കുമോ? എന്ത് ചെയ്യും? തിളപ്പിച്ചു കൊടുക്കും. തിളപ്പിച്ചാലേ ചായ എന്ന് പറയാൻ പറ്റുള്ളൂ. അതെ അല്ലാതെ അതെ കൊടുക്കുന്നതിന് കലക്കെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പറഞ്ഞ ആൾ തിളപ്പിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ല. ഉം. എന്ന് പറഞ്ഞതുപോലെ ലം ഉപയോഗിച്ച് നെഗറ്റീവ് ആക്കാൻ പറഞ്ഞാൽ ലം ഉപയോഗിക്കുന്നത് എവിടെയാണ്? അപൂർണ അതെ ക്രിയയിലാണ്, മുതാരി മുതാരിയിലാണ്. അപ്പൊ പിന്നെ മുതാരി ഉപയോഗിക്കണമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? പെട്ടെന്ന് അത് കത്തിയില്ല. അപ്പൊ മനസ്സിലായി 9:30 കഴിഞ്ഞതുകൊണ്ടാ. ഓക്കെ അല്ല അതൊന്നും തോന്നിയില്ല എന്താ മനസ്സിലായി. ഓക്കെ, കുഴപ്പമില്ല. الرابع أدعوت زميلك إلى البيت. لا അതാ لم أدعوه. لم 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 أدعوه. أدعوه. لم أدعه لم أدعه أين ضم പിന്നെ ഹ. لا أدعوت زميلك. أوكي. الخامس أبنيت بيتا جديدا. ബനൈത ബന യബ്നി ലാ لم ലം യബ്നി لم أبني. لم أبني. لم أبنيه ബൈത്തൻ. ബൈത്തിന് പകരം എന്ത് വേണം? ളമീർ വേണം. ലം അബ്നിഹി. അസാദിസ്. അവിടെ ലമീർ എന്താ? വേണം. ഇവിടെ എന്താണ്? അവിടെ ബൈത്തൻ ഉണ്ട് മഫ്ഊലും ബിഹി. ആ اوكي. السادس أمحوت اسمي من دفترك. لا لم أمه اسمك. لم യംഹു അല്ല അംഹു. أمه. അപ്പോ لم أمحه. لم. أمه. അല്ല അങ്ങനെയാണ് വരിക. لم أمه അംഹി أمحية. ലം ലം അംഹു. ألا لم أمه. أمه اسمك. ലം അംഹി ഇസ്മ. ലം കഴിഞ്ഞത് അംഹി എങ്ങനെ വന്നു? أمه لم أمه. അല്ല മഹൗത്തല്ലേ ചോദിച്ചത്. അപ്പൊ أمه لم أمه اسمك. സോറി എന്തായി? ലം അംഹു اسمك. ലം അംഹഹു എന്ന് പറഞ്ഞാൽ മതി. ഞാനത് വെട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ക്ലിയർ ആക്കി പറയുകയാണെങ്കിൽ ഇസ്മ കൂടി ചേർത്ത് പറയാം. പക്ഷെ ഇസ്മി എന്റെ പേര് വെട്ടിയിട്ടില്ല എന്നല്ലേ? എന്റെ പേര് വെട്ടിയോ എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? മറുപടി പറയേണ്ടത് ഞാൻ നിന്റെ പേര് വെട്ടിയിട്ടില്ല. നിന്റെ പേര് വെട്ടിയിട്ടില്ല പറയണ്ട. അപ്പൊ അംഹി ഇസ്മക്ക എന്ന് പറഞ്ഞൂടെ? ശരി ഓക്കെ. അങ്ങനെ പറഞ്ഞ തെറ്റാവോ ഉസ്താദ്? അല്ല പറയാം അങ്ങനെ പറയാം, കുഴപ്പമില്ല. ഞാനത് വെട്ടിയിട്ടില്ല എന്നും പറയാം. ഞാൻ നിന്റെ പേര് വെട്ടിയിട്ടില്ല എന്നും പറയാം. ഇല്ലല്ലോ ഞാനത് വെട്ടിയിട്ടില്ലല്ലോ എന്ന് പറയാം. ഇല്ല നിന്റെ പേര് ഞാൻ വെട്ടിയിട്ടില്ല എന്നും പറയാം. ലം അംഹു ഇസ്മക. അടുത്തെന്താ? അത്തൽ മുദീറു. ലം യഅതി. പിന്നെന്താ അവിടെ? ലമീർ വല്ലതും വേണോ? വേണ്ട. ലാ ലം യഅതി. ലം യഅതി.
യാ ഒന്നുമില്ല. ലം യഅതി എത്തിയിട്ടില്ല. കാരണം അവിടെ മഫ്ഊൽ ബിഹി വേണ്ട. അത എന്താണ്? മഫ്ഊൽ ബിഹി ഇല്ലാത്ത ക്രിയ. നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠന കാലത്ത് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കണം, ഇത് മഫ്ഊൽ ബിഹി ഉള്ളതാണോ മഫ്ഊൽ ബിഹി ഇല്ലാത്തതാണോ. ഖുർആൻ വായിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണം. അടുത്തത് അസാമിൻ റമീത്തൽ ഖുമാമത്ത ഫീ ശാരിയ. ആ ലം ലം അർമിഹ അർമി ആ ലം അർമിഹ അവിടെ ഹാ വേണം. കാരണം എന്താണ്? ഖുമാമത്ത് ആയതുകൊണ്ട്. കുമാമത്ത് അത്താശെ അറഅയ്ത അലിയൻ ഫിൽ ഫസ്ലി. ലം 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 അറഹു അറഹു ഫിൽ ഫസ്ൽ. ലാ ലം അറഹു. ഫസ്ൽ പിന്നെ ഉത്തരത്തിൽ വേണമെന്നില്ല. ലാ ലം അറഹു. അറഹു. ഓക്കെ, അവിടെ നിൽക്കട്ടെ. തെറ്റി തുടങ്ങിയ ആൾക്കാർക്ക് ഉത്തരം. അതുകൊണ്ട് ഉത്തരം മുട്ടുന്നതിന് മുമ്പ് നമ്മൾ നിർത്തുക. ഓക്കെ, ഇനി എന്താ ഡൗട്ട് ഉണ്ടോ? പിന്നെ ഉസ്താദ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ചോദിക്കാന്. അപ്പം കബിലന്റെ മുന്നിൽ മിൻ കബിലു എന്ന് വരുമല്ലോ. അപ്പം അതിനുശേഷം മുലാഫ് മുലാഫിലേ വരുമ്പോ മിൻ കബിലി എന്ന് വരുമല്ലോ. അങ്ങനെ വരൂലേ? അപ്പൊ ഞാനിന്ന് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുമ്പോ മിൻ കബിലി വന്ന്, പക്ഷെ അതിന് ശേഷം ഇലാഫത്ത് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? ആയത്ത് ഒരു മിനിറ്റ്. അവിടെ ഇലാഫത്ത് വന്നിരിക്കുന്നത് ഒരു 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 ഫ്രൈസ് ആയിരിക്കും. കബലി അൻ, അതുപോലെ ഒരു ഫ്രൈസ് ഉണ്ടാവും. ആയത്ത് ഞാൻ വായിച്ചുതരാം ഉസ്താദേ. ആയത്തിന്റെ ഒരു വാക്ക് ഓർമ്മയില്ലേ? അതെ ഞാൻ പറഞ്ഞു, അവിടെ ഫ്രൈസ് വരും. അതിന്റെ ശേഷം അന്നാണ് വന്നത് തോന്നുന്നുണ്ട്. അതെ ഞാൻ പറഞ്ഞു, അൻ ചേർന്ന ഒരു ഫ്രൈസ് വരെയാണ്. ഈ സംഗതിക്ക് ശേഷം, ഈ സംഗതിക്ക് മുമ്പ് എന്നാണ്. ഇപ്പൊ എന്താണ്? അങ്ങനെ സംഭവിക്കലിന് മുമ്പ്. അപ്പം ഒരു ഫ്രൈസ് ഇലാഫത്ത് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അത് തന്നെ, അതേപോലെ أنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت. അപ്പൊ എന്താണ്? മീൻ കബിലി എന്നാണ് വന്നത്. അപ്പൊ അൻ യഅതി എന്താണ്? വരിക എന്നത് അനിൽ മസ്ദരിയാണ്. ആ വരിക എന്നതിന് മുമ്പ് മീൻ കബലി അൻ യഅതിയ, നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്ക മരണം ആസന്നമാകുന്നതിന് മുമ്പ്. അപ്പൊ എന്തിന്റെ മുമ്പ്? അന്ന് വന്നു കഴിഞ്ഞാല്, അന്ന് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മിന്നിനെ ശേഷമുള്ളതിലേക്ക് ഇലാഫത്ത് ചെയ്യുന്നുണ്ട്. കബലിനെ, കബലായിരുന്നാലും ബാദായിരുന്നാലും അടുത്ത ഉള്ളിലേക്ക് ഇലാഫത്ത് ചെയ്യുന്നുണ്ട്. ആ സംഭവത്തിന്റെ ശേഷം അല്ലെങ്കിൽ ആ സംഭവത്തിന്റെ മുമ്പ് എന്നല്ലേ പറയുന്നത്. അതല്ലെങ്കിൽ അത് നിരുപാധികം പറഞ്ഞാൽ മുമ്പ് തന്നെ. മിൻ ഖബലു മിൻ ബഅദു എന്ന് പറഞ്ഞാൽ ശേഷം, മിൻ ഖബലു മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെയുണ്ട് ഖുർആനിൽ. ആ സംഭവം അദ്ദേഹം ഈ സംഗതി മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നിടത്ത് മിൻ ഖബലു ഇലാഫത്തില്ല. ഇനി ശേഷമുള്ളതിനോട് ഇലാഫത്തില്ല. ഇതെന്താണ്? മിൻ ഖബലി അൻ യഅതിയക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇതിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫ്രൈസിലേക്കാണ് ഇലാഫത്ത് ചെയ്തിരിക്കുന്നത്. ഒരു പദസമുച്ചയത്തിലേക്കാണ് ഇലാഫത്ത് ചെയ്തിരിക്കുന്നത്. എങ്ങനെ?
അതെ, അടുത്ത ഫ്രൈസിലേക്കാണ്. ഫ്രൈസ് എന്ന് പറഞ്ഞ പദസമുച്ചയം, ഒരു കൂട്ടം പദങ്ങളിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇലാഫത്ത് ചെയ്തിരിക്കുന്നത്, ഒരു നാമത്തിലേക്കല്ല. വയം Clear? തലക്കുമു വയം എങ്ങനെ? തലക്കുമു വയം തലക്കുമു ആ, അതുകൊണ്ട് മുഹുന്ന വയം മിൻ ഖബ്- തലക്കുമുഹുന്ന മിൻ ഖബലി അൻ തമസ്സുഹുന്ന ആ, വഖദ് മിൻ ഖബലി അൻ തമസ്സൂഹുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്പർശനത്തിന് മുമ്പ്. അപ്പൊ എന്തിന്റെ മുമ്പെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എന്തിന്റെ എങ്കിലും മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നിനെ ബന്ധപ്പെടുത്തി അതിന് മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കസ്റ വരും. ആ ബന്ധപ്പെടുത്തുന്നില്ലെങ്കിൽ നിരുപാധികം പറയുന്നിടത്താണ് ലം വരുന്നത്. ക്ലിയർ? അപ്പൊ ഇങ്ങനെ ഇനി ഖുർആൻ വായിക്കുമ്പോ ഇതേപോലെ ചിന്തിച്ച് വായിക്കുക കേട്ടോ. ഓക്കെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഞാന് ഹസന. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം അതിനെ കുറിച്ച്. അല്ല, ഞാൻ എഴുതി വെച്ച് നോട്ട് ചെയ്ത് വെച്ച് നമ്പർ ആ. മാറിപ്പോയി. ഗ്രൂപ്പിൽ ഇടുമ്പോൾ വോയിസ് ഇടരുത്. ഇല്ല. ആ, ഗ്രൂപ്പിൽ ഇടുമ്പോഴത്തേക്ക്, കാരണം വോയിസ് ഇട്ടാൽ വീണ്ടും ഈ വോയിസ് കംപ്ലീറ്റ് നമ്മൾ കേട്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രണ്ടാൾ എന്തായിരുന്നു ഈ കുട്ടി ഇട്ടത് എന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒന്ന് നമുക്ക് പിന്നെയും വോയിസ് കേൾക്കണം. അപ്പൊ അതുകൊണ്ടാണ് നോട്ട് ആയിട്ട് എഴുതിയിട്ട് പിക്ചർ എടുത്തിട്ടാൽ മതി. ഞാൻ ആ ആയത്ത് മറന്നുപോയി. അപ്പൊ അത് ഞാൻ മെസ്സേജ് അത് ആയത് ഇങ്ങനെ തന്നെ ആയിരിക്കാനേ വഴിയുള്ളൂ. അന്ന് എന്നാണ് വരുന്നത്. പക്ഷെ ആ, അത് തന്നെയാണ് വരുന്നതെങ്കിൽ അതിന് ആയത്ത് മസ്ദരിയാണ്. ഓർമ്മയില്ല. ആ സംഭവത്തിന് ശേഷം, അല്ലെങ്കിൽ അങ്ങനെ മസ്ദർ എടുക്കണം അല്ലെ? എങ്ങനെ അൻ അൽ മസ്ദരി ആയിരിക്കും അങ്ങനെ വരുന്നത് പഠിച്ചിക്കണല്ലോ. മിക്കവാറും സ്ഥലങ്ങൾക്ക്. അന്ന് അതിനുശേഷം അപൂർണക്രിയ വന്നിട്ടുണ്ടാവും. മുതാരിന്റെ മുമ്പിൽ അന്ന് വന്നു കഴിഞ്ഞാല് നമ്മൾ മസ്ദർ എടുക്കണം എന്ന് നമ്മൾ അതെ പഠിച്ചിരിക്കണം. അതെ അതെ. അപ്പോ അത് കാരണമാണ് ഇങ്ങനെ മിൻ കബിലി അതിലേക്കാണ് ഇലാഫത്ത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതിലേക്കാണ്. ഇലാഫത്ത് ചെയ്തത് കൊണ്ടാണ് അതിന് കസറ വന്നത്, കസറ സ്വീകരിച്ചത്. ഇല്ലെങ്കിൽ ലമ്മായിരിക്കും കൊടുക്കുക. ആയിക്കോട്ടെ, മനസ്സിലായി. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൈറിൽ ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാഇ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.